അത് വടക്കായാലും തെക്കായാലും സിനിമ എന്ന് പറയുന്ന ഫീൽഡ് സാംസ്കാരിക രംഗത്ത് ഏറ്റവും എല്ലാവരെയും ആകർഷിക്കുന്ന, ഒരുപക്ഷെ ജീവിതം തന്നെ പകർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ജനങ്ങളെ സ്വാധീനിക്കുന്ന മാധ്യമമാണ് സിനിമ. ആ സിനിമാ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം തെറ്റായതും അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും ആയിട്ടുള്ള നിലപാടുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ ഒരു റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടി നിയോഗിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. അങ്ങനെ റിപ്പോർട്ട് അംഗീകരിച്ചു. കുറച്ച് കാലതാമസം വന്നതിനെ സംബന്ധിച്ചെല്ലാം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് വന്നു, വരാനിടയായി. അത് ഗവൺമെൻറ്റിൻ്റെ കുറ്റമല്ല. കാരണം ഗവൺമെൻറ് പുറത്തേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അതിനെ സംബന്ധിച്ചുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പലരുടെ ഭാഗത്തുണ്ടായി. ജസ്റ്റിസ് ഹേമ തന്നെ ഇത് എല്ലാ ഭാഗവും കൊടുക്കരുത്, വിവരാവകാശ കമ്മീഷൻ്റെ ഭാഗത്ത് തന്നെ വന്നു. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു കുറ്റമല്ല, ഗവൺമെൻറ് കരുതി കൂട്ടി ചെയ്തതുമല്ല. പക്ഷേ കേരളത്തിലെ സിനിമാ മേഖലയെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി കുറച്ച് പണം ചെലവഴിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ച ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചല്ലോ. ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴല്ലേ കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി ജനങ്ങൾക്ക് മനസ്സിലായത്. അപ്പോഴാണല്ലോ കുറേ സഹോദരിമാർക്ക്, ചെറിയ പെൺകുട്ടികൾക്ക് അവരുടെ പരാതി ഉള്ളിൽ ഇങ്ങനെ ഘനീഭവിച്ച് കിടക്കുന്ന ദുഃഖം അണപൊട്ടി ഒഴുകി ചില സഹോദരിമാർ, ചില സിനിമാ രംഗത്തുള്ള നമ്മുടെ താരങ്ങൾ അവർ പറയാൻ തുടങ്ങിയത്. അവർ പലരെക്കുറിച്ചും ഇതുവരെ അന്നത്തെ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നതരായിട്ടുള്ള ആളുകൾ പോലും ഈ ക്രിമിനലിസം കൊണ്ടു നടക്കുന്നു എന്ന് വന്നപ്പോൾ ഇത് പുറത്തേക്ക് പറയാൻ ആ കാലഘട്ടത്തിൽ വളരെ അപൂർവം മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ മറ്റുള്ളവരാരും മുഖവിലക്കെടുത്തില്ല. പക്ഷേ ഈ റിപ്പോർട്ട് ഒരു മാഗ്ന കാർട്ടയാണെന്ന് ഞാൻ പറയും. ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ യുവ താരങ്ങൾക്ക്, യുവതികൾക്ക് അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവം വളരെ പച്ചയായിട്ട് സമൂഹത്തിൻ്റെ മുൻപിൽ പറയാനുള്ള തൻ്റെ ഇടം വന്നു. ആ തൻ്റെ ഇടം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് വെറുതെയല്ല, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർക്ക് ആ തൻ്റെ ഇടമുണ്ടായത്. അതിൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുന്നു. നമ്മുടെ കേരളത്തിലെ നമ്മുടെ സ്ത്രീ സമൂഹത്തെ അവർ കാണിച്ച ആർജവം, ആ ആർജവത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അത് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്ത ആർജവമാണ്, LDF സർക്കാർ ഉണ്ടാക്കി കൊടുത്ത ആർജവമാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നില്ലെങ്കിൽ ഇപ്പോഴും അവർ മൂടി വെക്കും. അവർ പറഞ്ഞു പരാതി വരട്ടെ, ഞങ്ങൾ പരാതിക്കാരോടൊപ്പമാണ്. ഈ കേരളത്തിനകത്ത് സിനിമാ മേഖലയിൽ കാണുന്ന അങ്ങേറ്റം തെറ്റായതും ഒരു തരത്തിലും സമൂഹത്തിന് അംഗീകരിക്കാൻ, ഒരു പുരോഗമന സമൂഹം സാംസ്കാരിക കേരളത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ദുരനുഭവം ഉണ്ടായിട്ടുള്ള നമ്മുടെ സഹോദരിമാർ അവരുടെ പരാതികളുടെ കെട്ടഴിച്ചിട്ടുണ്ട്. അതിൽ നിരവധി പേർ ആരോപണ വിധേയരായിട്ടുള്ളവരുണ്ട്. ആരോപണ വിധേയരായവർ ഉടനെ അവരെ ശിക്ഷിക്കണം എന്നല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഞാൻ വീണ്ടും നമ്മുടെ കേരളത്തിലെ പിണറായി സർക്കാരിനെ, LDF സർക്കാരിനെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ സംഘടനയുടെ പേരിലും മഹിളാ അസോസിയേഷൻ്റെ പേരിലും അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലൊരു വളരെ പ്രഗത്ഭരായിട്ടുള്ള, എക്സ്പേർട്ടായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ്, 4 IPS വനിതകൾ ഉൾപ്പെടെ ഒരു പ്രഗത്ഭരായിട്ടുള്ള എക്സ്പേർട്ട് ടീമിനെ, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന പരാതികൾ അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ഉന്നതരായാലും പരാതി ഉയർന്നാൽ അത് അന്വേഷിക്കും. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. ഇത് ഗവൺമെൻറ്റിൻ്റെ വാക്കാണ്. ഒരു മിനിറ്റ്, ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ നമ്മുടെ സഹോദരിമാർക്ക്, ഉഷ ഇവിടെ നിൽക്കുന്നുണ്ട് ആലപ്പുഴയിൽ, ഇതിനെ സംബന്ധിച്ച് തൻ്റെ ഇടത്തോടുകൂടി കാര്യങ്ങൾ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയും, കാരണം ഇങ്ങനെയൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നത് വളരെ നന്നായി. ധാരാളം പെൺകുട്ടികൾ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറുണ്ട്. തുറന്നു പറയട്ടെ, പരാതികൾ എഴുതി കൊടുക്കുന്നെങ്കിൽ എഴുതി കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരുടെ അടുത്ത് പോയിട്ട് ആ പരാതി കേൾക്കട്ടെ. പരാതി ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കണം. അന്വേഷിച്ച് അതിൻ്റെ ഏത് തരത്തിലുള്ള ക്രിമിനലിസമാണ്, ഏത് തരത്തിലുള്ള കുറ്റകൃത്യമാണ് അവരുടെ ഭാഗത്തുണ്ടായതെന്ന് തെളിയിക്കാൻ പ്രാപ്തരായ ഒരു പോലീസ് ഓഫീസേഴ്സ് ടീമാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അഭിമാനം തോന്നുന്നു കേരളത്തിലെ ഈ സർക്കാരിനെ കുറിച്ച്. ഇന്ത്യയിൽ ഒരു സർക്കാരും
നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പഠന റിപ്പോർട്ട് തയ്യാറാക്കാനോ അതിൻ്റെ വെളിച്ചത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിക്കാനോ ഇതിനു മുൻപ് ഒരിക്കലും ഒരു ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അത് കേരളത്തിലെ LDF സർക്കാരാണ്. അതുകൊണ്ട് LDF സർക്കാരിന് കേരളത്തിലെ സിനിമാ മേഖലയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് ഈ മേഖലയിൽ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് ആലോചിക്കാൻ പോകുന്നത്. തീർച്ചയായും വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്ലേസ് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.